ഇസ്രയേലിലെ ഭാരതീയർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭാരതം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശമാണ് ഇസ്രയേലിലെ ഭാരതത്തിന്റെ എംബസി നൽകിയിട്ടുള്ളത്. യാതൊരു കാരണവശാലും ഭയം വേണ്ട, ഒപ്പം ജാഗ്രത വേണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഔദ്യോഗിക മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം എന്ന നിർദ്ദേശമുണ്ട്. പ്രാദേശിക വാർത്തകൾ പിന്തുടരണമെന്ന നിർദ്ദേശമുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അടിയന്തര ഘട്ടത്തിൽ ടെൽ അവീവിലെ എംബസിയുടെ കോൾ സെന്ററുമായി ബന്ധപ്പെടണമെന്നുമാണ് നിർദ്ദേശമായിട്ടുള്ളത്. നന്ദഗോപനിലേക്കാണ് പോകുന്നത്. നന്ദൻ, സ്ഥിതി സങ്കീർണമാണ്. ഒപ്പം തന്നെ ഭാരതീയരുടെ കാര്യത്തിൽ നമുക്ക് ഏവർക്കും ആശങ്കയുണ്ട്. പക്ഷേ ജാഗ്രത നിർദ്ദേശം നമ്മുടെ ഭാരതം വിദേശകാര്യ മന്ത്രാലയം ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നിലവിൽ ഒരു ഒഴിപ്പിക്കലിന് തയ്യാറാകുമോ നന്ദൻ? നിലവിൽ അത്തരമൊരു പരിഗണന ഇല്ല രാഷ്ട്രത്തിന് മുന്നിൽ. ഇപ്പോൾ പ്രഥമ പരിഗണന എന്നുള്ളത് നിലവിൽ അവിടെ ഇസ്രയേലിലുള്ള ഭാരതീയ പൗരന്മാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക, അവരെ സുരക്ഷിതരായി ഇരിക്കുക എന്നുള്ളതിൽ അതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഒപ്പം തന്നെ എംബസി ചില നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നത്. ടെൽ അവീവില് എംബസിയിൽ നിന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ ഭാരതീയ പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട്. ഒന്ന്, അതിൽ ഏറ്റവും പ്രധാനം പ്രാദേശിക വാർത്തകൾ വീക്ഷിക്കാൻ. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരാണേലും പട്ടാളമാണേലും ഒക്കെ തന്നെ സൈന്യം പറയുന്നത് വ്യക്തമായ, പ്രാദേശിക ഭരണകൂടമടക്കം പറയുന്നത് വ്യക്തമായി കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, അതനുസരിച്ച് നീങ്ങുക എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ എംബസി നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടാൽ അതിൽ ബന്ധപ്പെടുവാൻ വേണ്ടി എംബസിയുടെ നമ്പർ അടക്കമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ നീക്കങ്ങൾ ഉണ്ടായാൽ എംബസിയിൽ നിന്നും കൃത്യമായ അറിയിപ്പുകൾ നൽകുമെന്നുള്ളതും ഭാരതീയ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രഥമ പരിഗണന ഇപ്പോൾ അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാൻ വേണ്ടിയാണ്. ഇതിനോടകം തന്നെ പ്രാദേശിക ഭരണകൂടം, ഇസ്രയേലി ഭരണകൂടം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യോമാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ ടെൽ അവീവിലടക്കം ഈ വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറനുകൾ മുഴങ്ങിക്കഴിഞ്ഞു. ജനങ്ങളോട് ഉടൻ തന്നെ ബങ്കറുകളിലേക്കോ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കോ മാറുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. അതിനാൽ തന്നെ ഈ ഭാരതീയ പൗരന്മാരടക്കം ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ എംബസി നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. പിന്നീട് ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഇവാക്യുവേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആയിരിക്കും കടക്കുക. ഏതായാലും സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ വേണ്ടി ഇവിടെ ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിനും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ചില യോഗങ്ങളും മറ്റും നടക്കുന്നുണ്ട്. വിദേശകാര്യ സെക്രട്ടറി അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ഭാരതീയ പൗരന്മാരുടെ സുരക്ഷയടക്കം അത് മുൻകരുതൽ എടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഈ ഇസ്രയേൽ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തുക എന്നുള്ളത് കൂടിയുണ്ട്. ഇത്തരം യോഗങ്ങൾ ഇപ്പോൾ നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ പുരോഗമിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ നന്ദൻ ഒരു ഒഫീഷ്യൽ ഒരു ബ്രീഫിംഗ് അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഈ വിഷയത്തിൽ ഭാരതത്തിന്റെ നിലപാട് അത് കൃത്യമായി തന്നെ പറയുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടോ? വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ നന്ദൻ? നിലവിൽ അത്തരം ഔദ്യോഗിക, അതായത് ഇതുമായി ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലനിൽക്കുന്ന സംഘർഷ അന്തരീക്ഷം സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക പ്രസ്താവനകളൊന്നും ഭാരതത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ സ്വാഭാവികമായും അത്തരം നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വിലയിരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ ഇതിപ്പോൾ അവധിയായെങ്കിൽ കൂടിയും പ്രത്യേക യോഗം വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ട സജ്ജീകരണങ്ങൾ, അല്ലെങ്കിൽ ഭാരതീയ പൗരന്മാരെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒഴിപ്പിക്കേണ്ടി വന്നാൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായാൽ അത്തരം ഇടപെടലുകൾക്ക് സാധ്യമായ രീതിയിലുള്ള സന്നാഹങ്ങളും ഭാരതത്തിൽ തയ്യാറാണ്, അല്ലെങ്കിൽ രാജ്യത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരം ഇവാക്യുവേഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ട അത്തരം ഒരു യുദ്ധം മറ്റൊരു തരത്തിലേക്ക് മാറുന്ന പക്ഷം മാത്രമായിരിക്കും ഈ ഇവാക്യുവേഷൻ അടക്കമുള്ള നടപടികൾ ആലോചിക്കുക. സ്വാഭാവികമായും അത് ആ രാജ്യത്തിന്റെ അനുമതി കൂടി അതിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ അവിടുത്തെ സാഹചര്യങ്ങൾ കൂടിയൊക്കെ പരിഗണിച്ചാകും അത്തരം തീരുമാനങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ഗൾഫ് മേഖല മൊത്തത്തിൽ ഒരു അശാന്തിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ പാർക്കുന്ന ഒരു ഇടം കൂടിയാണ്. അവിടേക്കാണ് ഇപ്പോൾ ഈ ഒരു അശാന്തിയിലേക്ക് കാര്യങ്ങൾ നടന്നെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഇടപെടലുകൾ എന്തെങ്കിലും ഏത് രീതിയിലാണ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ?
ശ്യാം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അത്തരം അറബ് രാഷ്ട്രങ്ങളുടെ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരോടും ഈ വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെട്ടിട്ടുണ്ട്. നിലവിൽ അത്തരം രാജ്യങ്ങളുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ എംബസികൾ മുഖേന തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള അറബ് രാഷ്ട്രങ്ങളിലുള്ള ഭാരതത്തിന്റെ എംബസിയിലും കൃത്യമായി തന്നെ വിദേശകാര്യ മന്ത്രാലയം ഡൽഹിയിൽ നിന്നുള്ള കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ ആ രാഷ്ട്രങ്ങളിലേക്ക് അശാന്തി പടർന്നാൽ അല്ലെങ്കിൽ യുദ്ധഭീതിയിലേക്ക് ഈ ഗൾഫ് രാഷ്ട്രങ്ങളാകെ തന്നെ മുന്നോട്ട് പോയാൽ ഏത് തരത്തിലുള്ള, നേരത്തെ ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ മലയാളികളടക്കം ധാരാളം പേർ ഇത്തരം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഭാരതീയ പൗരന്മാരുടെ എണ്ണം ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് സസൂക്ഷ്മം തന്നെ രാജ്യം നിരീക്ഷിക്കുന്നുണ്ട്, വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിക്കുന്നുണ്ട്. ഏത് അത്തരം സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ നിലവിൽ ഭാരതം പ്രാപ്തമാണ് എന്നുള്ളതാണ് നമുക്ക് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും ഭാരതം ഔദ്യോഗികമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ അതാത് രാഷ്ട്രങ്ങളിലുള്ള എംബസികളും പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഗൾഫ് രാഷ്ട്രങ്ങളിലെ പൗരന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ മറ്റോ നൽകേണ്ടതുണ്ടോ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക. നിലവിൽ ഇപ്പോൾ ഇസ്രയേലിൽ അതേപോലെ തന്നെ മറ്റ് ഇപ്പോൾ യുദ്ധഭീതി പടർന്നു നിൽക്കുന്ന മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ ഇത്തരം ഭാരതീയ പൗരന്മാരോട് വളരെ കൃത്യമായി തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.